കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒന്ന് വീഡിയോ എടുത്ത് പോയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ചുരുങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് 9:30 ബസ് കയറിയ ആളുകളുണ്ട്. ദേഹിതന്മാരെ ഇതാട്ടോ, നമ്മുടെ കള്ളാടി മേപ്പാടി തുരങ്കപാത വർക്കിൻ്റെ മുൻഭാഗം മൊത്തം ഇടിഞ്ഞു പോയ ഒരു ഏരിയ ഉണ്ട്. ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പിടുത്തമില്ല. അതെ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരാം. അവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആ ഒരു ഷോർട്ട് ട്രീറ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. അന്ന് ഞാൻ ചോദിച്ചിരുന്നു, അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ ഈ ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് ഇങ്ങനെ 60 അടിയോളം ഹൈറ്റ്, 60-70 അടിയോളം ഹൈറ്റിൽ ഈ ഭാഗത്ത് ആ ഒരു 60-70 അടിയോളം ഹൈറ്റിൽ ഇവർ ഷോർട്ട് ട്രീറ്റ് വർക്ക്, സിമൻറ്റ് എംസാൻ്റെ കൂടി സ്പ്രേ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് ഇവർ 2 ഡ്രെയിനേജ് പോലെ കണ്ടു നിങ്ങൾ, വെള്ളം ഒഴുകി വരാൻ വേണ്ടി അവരുണ്ടാക്കിയ ഡ്രെയിനേജാണ്. ആ ഡ്രെയിനേജ് അപ്പുറത്തെ സൈഡും ഉണ്ട്. ഓപ്പോസിറ്റ് ഇതാ ഈ ഭാഗത്തെ സൈഡിൽ ആ ഡ്രെയിനേജ് അവിടെ നിർമ്മിച്ചിരുന്നു. ഇത് സ്റ്റെപ്പായിട്ട് ഫുള്ള് മണ്ണുള്ള ഏരിയയാണ്. അത് കഴിഞ്ഞിട്ടാണ് കരിമ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു അടിയിൽ. അവർ വർക്ക് തുടങ്ങാനിരിക്കുകയായിരുന്നു. അത് ആ ഷോർട്ട് ട്രീറ്റ് വർക്ക് ചെയ്തതിൻ്റെ അടിയിൽ കൂടി നമ്മുടെ തുരങ്കപാത അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പ് നമ്മളിത് അവിടെ ഇങ്ങനെ കാണുന്നുണ്ടാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു വെച്ച സാധനമാണ് എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ മറിപ്പുഴയല്ല, മീനാക്ഷി ബ്രിഡ്ജ്, അവിടേക്ക് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞോട്ട് പോകുന്നത്. ഒരു പെരുത്തും കൊണ്ട് പോകുന്നുണ്ടാവില്ലേ. അല്ലാത്ത ആ ഒരു ഏരിയയിലാണ് ഇവരെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ഗാർഡും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്നത് ഒരു പിടുത്തമില്ല. 4 പേരൊക്കെ ഇപ്പോൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇവരിതാ ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ട് ഞാൻ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നതാണ് ഞാൻ വിചാരിച്ചു. അവർ ഷീറ്റൊക്കെ ഇട്ട് അവർ സെറ്റപ്പാക്കി വെച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ അവിടെ തന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റിയ മണ്ണ് അവിടെ കൊണ്ടിട്ടതാണ് കേട്ടോ, ലെവലാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഏതായാലും അതാ ആ കരിമ്പാറൻ്റെ മുകളിലുള്ള മണ്ണ് മൊത്തം ഇങ്ങോട്ട് ഇടിഞ്ഞോട്ട് പോന്നിട്ടുണ്ട്. ഇവരിവിടെ വർക്ക് ചെയ്ത് വെച്ചത് സ്റ്റെപ്പായിട്ടാണല്ലോ. ആ സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്ത് വെച്ചത് അവർ ആ ഒരു 12 അടിയോളം ഹൈറ്റിൽ ഓരോ സ്റ്റെപ്പ്. അതിൻ്റെ മുകളിലുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടാവുള്ളൂ, ഒരു 10 അടിയിൽ മേലെ എന്തായാലും ഉണ്ടാവും. അത് ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ മുകളിൽ അവർ സിമൻറ്റ് വർക്കൊക്കെ ചെയ്തിരുന്നു. അവിടെ വെള്ളം മഴ പെയ്താൽ വെള്ളം ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങാൻ ഒരു പൈപ്പ് പോലും ഇട്ടതായിട്ട് ഞാൻ സൂം ചെയ്തപ്പോൾ കണ്ടില്ല. പക്ഷേ പൈപ്പൊക്കെ ഇട്ടിക്കണം കേട്ടോ, ചെറിയ പൈപ്പായിരിക്കും. അതിൽ ഫുള്ള് വെള്ളങ്ങൾ തങ്ങിന്ന് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണല്ലേ, ആ മണ്ണിലൂടെ എല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്ന അവിടെ ആളുകളുണ്ടല്ലോ. ചൂരൽമല കുടുങ്ങിയ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാഴ്ച കേട്ടോ. ഏതായാലും ഇതിലെങ്ങനെ അങ്ങോട്ട് ചൂരൽമലക്ക് പോകുന്നത്. ചൂരൽമല അവിടുന്ന് വേറൊരു റോഡ് മാർഗം ഇങ്ങോട്ടില്ല. പിന്നെ കാട്ടിൽ കൂടെയൊക്കെ പോയ കടന്നിട്ടൊക്കെ വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് അറിയാൻ പറ്റിയത് ഇവിടെ ആളുകളോടൊക്കെ ചോദിച്ചപ്പം. ഏതായാലും അവിടെയുള്ള ആളുകളൊക്കെ വരിക്കായിരിക്കണം. പല റെസ്ക്യൂ പ്രവർത്തകരും ഉണ്ട് കേട്ടോ. എല്ലാ ഇതിൽപ്പെട്ട ആളുകളും ഇവിടെ. മനുഷ്യനെ കൊണ്ട് മണ്ണ് മാറ്റിയൊക്കെ ആയില്ല. JCB ഇപ്പോൾ ഒരുപാട് ഹിറ്റാച്ചികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഏതായാലും ഒരു വല്ലാത്തൊരു കാഴ്ച നടത്. കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ വന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. അവിടെ ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ അതുപോലെ റെസ്ക്യൂ പ്രവർത്തകർ ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ കോഴിക്കോട് നിന്നൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ. കോഴിക്കോടിലൊക്കെ അങ്ങോട്ട് വരുന്ന നിങ്ങളെ ഒച്ചിമ്പിലേക്ക് ഇനി എന്താ അവിടെ ഉണ്ട്. എല്ലാം സജ്ജീകരണം ചെയ്തു. പക്ഷേ ഇനിയിപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ കുടുങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് സ്ലാബൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അടിയിൽ കുടുങ്ങി രക്ഷപ്പെടും എന്ന് വിചാരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഫുള്ള് മണ്ണ് തന്നെ ആയിരിക്കും. ആ സിമൻറ്റിൻ്റെ ഷോർട്ട് ട്രീറ്റ് വർക്ക് ചെയ്ത പാളികളുണ്ടല്ലോ, അതൊക്കെ കനം വരുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകും. അതാണ് ആ സാധനം. 60-70 അടിയിൽ അവർ ഹൈറ്റിൽ ഒക്കെ ചെയ്തു വെച്ചത്. അവർ വിചാരിച്ച മാതിരി ഒന്നല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അവർ വിചാരിച്ച അതിൻ്റെ മുകളിൽ
വരുന്ന വെള്ളതായി ഡ്രെയിനേജിൽ കൂടി 2 സൈഡിൽ കൂടി അങ്ങനെ വരുത്താമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ വെള്ളം അവിടെ അങ്ങോട്ട് കുറേ കാലം ഇങ്ങനെ നിന്ന സാധനമല്ലേ, അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവിടെ മാന്തലും പിടിക്കലും കണ്ടപ്പം മൊത്തത്തിൽ ആ മലൻ്റെ അരിക്കുള്ള കരിമ്പാറ, അത് മൊത്തം കരിമ്പാറ, അതിൻ്റെ മുകളിൽ നിന്ന് മൊത്തം ഇങ്ങോട്ട് പോകുന്നു. എന്താ ചെയ്യലേ, ആളുകളൊക്കെ അതാ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. ടൂറിസ്റ്റ് ബസ് ഒന്ന് നിർത്തിയിട്ട് അവിടെ കണ്ടിന്യൂ പറഞ്ഞു. അതിൽ ആളില്ല, ഡ്രൈവറുണ്ടോ അങ്ങനെയുള്ളതൊക്കെ കേട്ടു കേട്ടോ. എന്തായാലും അതിൽ ആ സമയത്ത് പോയ വാഹനങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു പിടുത്തുമില്ല. ഇന്നൊരു ദിവസം കൊണ്ടൊക്കെ മാറ്റി കഴിയുന്നു തോന്നുന്നില്ല കേട്ടോ. റോഡിൻ്റെ അത് കാര്യമായിട്ട് അവിടെ റോഡിൻ്റെ മുകളിൽ അവിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റണ്ട, എന്തെങ്കിലും പറ്റിയാൽ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണമൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ടാട്ടോ ഫുള്ള് വീഡിയോ ഇവിടുന്ന് എടുത്തത്. ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തേക്ക്, പാലത്തിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ലോഡാട്ടോ. എന്തായാലും പാലം പൊളിയാതെ നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാലത്തിൻ്റെ റോഡൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലെ ആളുകൾ എന്തോ ഉണ്ടോ എന്നുള്ളതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അത് മണ്ണ് മാറ്റുന്നതിൻ്റെ അടുത്ത്, പിന്നെ അതുപോലെ ഇവിടെ കുടുങ്ങിയ ഭായിമാരോ ജോലിക്കാരാരെന്നുണ്ടെങ്കിൽ അത് നോക്കണം. എന്തായാലും കറക്റ്റ് വിവരമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവരുടെ ഈ മണ്ണാണ് അവർ ഞാൻ ഇട്ട് വെച്ചോണ്ട, ഈ മണ്ണാണ് ഞാൻ ഇടിയെന്ന് വിചാരിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇല്ലാത്തൊരവസ്ഥ. രക്ഷാപ്രവർത്തനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ കുടുങ്ങിയ ആളുകളൊക്കെ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ കാര്യമായിട്ടുള്ള എല്ലാവരുടെ ലക്ഷ്യം അതാണ്. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ആൾക്കാരൊന്നും പിന്നെ ജീവനോടുണ്ടാവുന്നുള്ളത് 100% സാധ്യത കുറവാണ്. അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ല, മണ്ണ് ഒരു സ്ലാബിൻ്റെ പാളികളൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ അടിയിലൊക്കെ എന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ ശ്വാസം അങ്ങനെ കുടുങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്തായാലും ഒരുപാട് ഇന്ന് രാത്രി ആയാലും ഇപ്പം എങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കാമെന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒന്ന് വീഡിയോ എടുത്ത് പോയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇനി ചുരുങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് 9:30 ബസ് കയറിയ ആളുകളുണ്ട്. അതിന് ശേഷമാണ് കറക്റ്റ് സമയം എപ്പോഴാന്നുള്ളത് അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ഏതായാലും ഇതാണ് തുരങ്കം പോകേണ്ട മല, ആ ഒരു ഏരിയ തന്നെ കേട്ടോ.